പത്തനംതിട്ടയിൽ KSRTC ബസിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ച് യാത്രക്കാരൻ. എന്താപ്പാ, യാത്രക്കാരനെ ഡ്രൈവറും കണ്ടക്ടറും ഓടിച്ചിട്ട് പിടിച്ചു. ആഞ്ഞിലിത്താനം സ്വദേശി രതീഷാണ് പിടിയിലായത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, മദ്യലഹരിയിൽ മറ്റോ ആണോ ഈ യാത്രക്കാരൻ ഈ പണി കാണിച്ചത്? ഏതായാലും ചില്ലുടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചധികം രൂപയുടെ നഷ്ടം KSRTCക്ക് ഉണ്ടായി. എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിലേക്കായിരുന്നു ഈ KSRTC ബസ് പോയിക്കൊണ്ടിരുന്നത്. തിരുവല്ലയിൽ നിന്നുമാണ് രതീഷ് ബസ്സിൽ കയറിയത്. തിരുവല്ലയിൽ നിന്നും കുറ്റൂരിലേക്ക് ഇയാൾ ടിക്കറ്റ് എടുത്തു. കുറ്റൂരിൽ പക്ഷേ ആ സ്റ്റോപ്പിൽ രതീഷ് ഇറങ്ങിയില്ല. ബസ് അല്പം മുന്നോട്ടെടുത്തപ്പോൾ രതീഷ് കണ്ടക്ടറോട് ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ബസ് അല്പം മുന്നോട്ട് മാറി ബസ് നിർത്തുകയും ചെയ്തു. അതിനുശേഷം രതീഷ് ബസ്സിൽ നിന്നിറങ്ങി പിൻവശത്തെ വാതിലിൽ കൂടി ഇറങ്ങുകയും മുൻവശത്ത് ഇരുന്നിരുന്ന കണ്ടക്ടറുടെ അടുത്തേക്ക് നിന്ന് താൻ 100 രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസയായി നൽകിയത്, അതിൻ്റെ ബാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കണ്ടക്ടർ നോക്കിയപ്പോൾ കണ്ടക്ടർ ഓർത്തെടുത്തപ്പോൾ 20 രൂപയാണ് രതീഷ് നൽകിയത്. അതിൽ 7 രൂപ ബാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഈ രതീഷ് തിരിച്ചു നടക്കുകയും ബസ്സിൻ്റെ പുറകുവശത്ത് ചെന്നപ്പോൾ റോഡിൻ്റെ അരികിൽ കല്ലെടുത്ത് ചില്ലിലേക്ക് എറിയുകയുമായിരുന്നു. കുട്ടികൾ ആ ഭാഗത്തുണ്ടായിരുന്നു. കുട്ടികളാണ് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ ഡ്രൈവറുടെയും കണ്ടക്ടറെയും വിവരം അറിയിച്ചു. ഡ്രൈവറും കണ്ടക്ടറും KSRTC ബസ്സിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും ഇയാൾ സമീപത്തെ പുരയിടത്തിലേക്ക് ഓടിപ്പോയിരുന്നു. പുറകെ ഓടിച്ചെന്ന് കണ്ടക്ടറും ഡ്രൈവറും രതീഷിനെ പിടികൂടി. നാട്ടുകാരും സഹായിക്കാൻ വേണ്ടി എത്തി. പിന്നീട് തിരുവല്ല പോലീസിന് വിവരം അറിയിച്ചു. തിരുവല്ല പോലീസ് ഏതായാലും രതീഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ളവ പോലീസ് നടത്തുന്നുണ്ട്. അരുൺ.